വയനാട്ടിലെ മരണസംഖ്യ 43 കഴിഞ്ഞിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരുന്ന ആശങ്ക പങ്കുവെക്കുന്നു. ഈ ഒരു കാര്യത്തോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കലിൽ ഒരു വീട്ടിൽ ഈ ഇരട്ടി വേദനയുമായി ഒരു അമ്മ ഈ വാർത്തയെല്ലാം കണ്ടു നിൽക്കുന്നു. ഒരു ഭാര്യ, ഒരു സഹോദരി, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. അർജുനൻ്റെ കാര്യം തന്നെയാണ്. ഓരോ ദിവസവും അർജുനെ കിട്ടിയെന്ന ചോദ്യവുമായാണ് മലയാളി ഉറക്കമെഴുന്നേറ്റിരുന്നത്. ജീവനോടെ ആ ചെറുപ്പക്കാരനെ തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കും ഇതുവരെ. അക്കാര്യത്തിന് ഏതാണ്ട് ഒരു നിരാശയുടെ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴാണ് നാടിന് നടക്കുന്ന മറ്റൊരു ദുരന്തം കൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അർജുൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കുത്തിയൊഴുക്കുന്ന ഗംഗാവലി നദിക്ക് മുന്നിൽ ശ്രമങ്ങൾ പരാജയപ്പെട്ട ഒടുവിൽ താൽക്കാലികമായി തിരച്ചിൽ നിർത്തുന്നെന്ന എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനി അത് ഡേറ്റ് ബൈ ഡേറ്റ് നോക്കുകയാണ്, ദിവസ കണക്കിന് നോക്കുകയാണ്. ഇങ്ങനെയാണ് ആ കഥയുടെ ഒരു ചുരുക്കം. ജൂലൈ 16 കർണാടകയിലെ ബൽഗാമിൽ നിന്ന് അക്കേഷ്യ മരവുമായി എത്തിയ അർജുൻ്റെ ലോറി ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽപ്പെടുന്നു. ജൂലൈ 17 അർജുനെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കാണാതായെന്ന് ഭാര്യ കൃഷ്ണപ്രിയ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കട ഉടമയടക്കം 10 പേർ ദുരന്തത്തിൽപ്പെട്ടതായ സ്ഥിരീകരണം. ഇനി ജൂലൈ 18 നോക്കിയാൽ മണ്ണ് നീക്കൽ ചെറിയ രീതിയിൽ നടന്നു, കാര്യമായ തിരച്ചിൽ നടന്നില്ല. ജൂലൈ 19 അർജുൻ്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ. സംഭവം ചർച്ചയായതോടെ തിരച്ചിൽ ഊർജിതമാക്കുന്നു. ഇക്കാര്യം ഇപ്പോൾ ആവർത്തിക്കാനുള്ള കാര്യം, ഒരു ദുരന്തമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സംസ്ഥാനം നടങ്ങിയ ഒരു ദുരന്തം, അതിന് തൊട്ടു മുമ്പേ നമ്മളെ ആശങ്കപ്പെടുത്തിയ ദുരന്തം അർജുൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു അർജുൻ്റെ കാര്യം കൂടി പറഞ്ഞ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ജൂലൈ 20 പോകുന്നു. സൂറത്കൽ NITയിലെ സംഘം റഡാർ പരിശോധന നടത്തുന്നു. റോഡിലെ പാറയും മണ്ണും ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നീക്കുന്നു. ജൂലൈ 21 കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം കരസേനയെത്തുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സ്ഥലത്തെത്തി. റോഡിൽ ലോറിയില്ല, പുഴയിലാവാം എന്ന കർണാടക റവന്യൂ മന്ത്രിയുടെ സ്ഥിരീകരണം. ജൂലൈ 22 കരയിലെ മണ്ണ് നീക്കലിനൊപ്പം പുഴയിലും തിരച്ചിൽ ആരംഭിച്ചു. ജൂലൈ 23 പോകുമ്പോൾ പുഴയിൽ നിന്ന് സന്ന ഹനുമന്തപ്പ എന്ന 65-കാരിയുടെ മൃതദേഹം ലഭിച്ചു. കരയിൽ നിന്ന് 40 മീറ്റർ അകലെ ലോറിയുടെ നിന്ന് കരുതുന്ന സിഗ്നൽ ലഭിക്കുന്നു. അടിയൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാൻ കഴിയാതെ നാവികസേനയുടെ സ്കൂബ ടീം നിരാശരായി മടങ്ങും. ജൂലൈ 24 ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ ട്രക്കിൻ്റെ സ്ഥാനം കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നു. ജൂലൈ 25 റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഡ്രോൺ ഉപയോഗിച്ച് പുഴയിൽ പരിശോധന ആരംഭിക്കുന്നു. 60 മീറ്റർ അകലെയായി ലോറിയുടെ സിഗ്നൽ ലഭിക്കുന്നു. 4 ഇടങ്ങളിൽ ലോഹ സാന്നിധ്യം കാണിക്കുന്ന സിഗ്നൽ ലഭിച്ചു. ജൂലൈ 26 കുത്തി ഒഴുകുന്ന ഗംഗാവലിയുടെ തിരച്ചിൽ അസാധ്യമായതോടെ ഗോവയിൽ നിന്ന് നാവികസേനയുടെ പെൻഡൂൺ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ജൂലൈ 27 ലോറി കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണെന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകുന്നു. പക്ഷേ പരിശോധന താൽക്കാലികമായി നിർത്തി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു. ഇന്നലെ പുറത്തു വരുന്നു. അർജുൻ്റെ കുടുംബത്തോടൊപ്പം സംസ്ഥാനം മുഴുവൻ നിരാശയിലാകുന്നു. ഏതായാലും ദുരന്തമുഖത്തെ വാർത്തകൾ നമ്മൾ പറയുമ്പോൾ അർജുൻ്റെ കുടുംബത്തെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വേദനയോടുകൂടി ഈ ദുരന്ത വാർത്ത കൂടി അറിയുന്ന ഒരു കുടുംബം കോഴിക്കോട് കണ്ണാടിക്കൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. വരും മണിക്കൂറുകളിൽ മറ്റു വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ എത്തിക്കും. വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ വിശേഷങ്ങളടക്കം, കോഴിക്കോട് ജില്ലയിലെ പ്രാദേശികമായി അനുഭവിക്കുന്ന ദുരിതങ്ങളടക്കം പ്രേക്ഷകരെ തത്സമയം ഞങ്ങൾ എത്തിക്കും.